ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ വീണ്ടും വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 2-3 കോസ്റ്റർ DIY ആയിട്ടാണ്. ഇത് നമ്മൾ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇത് മൾട്ടിപ്പിൾ യൂസേജും കൂടെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കാൻ തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പെർട്ടിക്കുലർ സൈസിൽ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിൽ കുറച്ച് പെയിൻറ്റ് അടിക്കാമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ പ്ലെയിനായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പെയിൻറ്റ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഡാർക്ക് ആഷ് കളറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 2 സൈഡും കംപ്ലീറ്റ് പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇതൊരു പേൾ കളറാട്ടോ. ഇപ്പോൾ അത് ഓക്കെ, ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ ബീഡ്സ് വെച്ചിട്ടുള്ള കോസ്റ്ററാണ്. അപ്പോൾ ഞാൻ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു വുഡൻ ബീഡ്സുകളാട്ടോ. അപ്പോൾ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മുടെ കയ്യിൽ ഏത് ബീഡ്സ് ആണെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തത് ഇതിൽ വലുതുണ്ട്, ചെറുതുണ്ട്, അങ്ങനെ പല സൈസിലുണ്ട്. അപ്പോൾ ഞാനത് ഇങ്ങനെ ഓർഡറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു മാറ്റ് നൂലെടുത്തിട്ട് ഞാൻ അതിലിതിങ്ങനെ നമ്മൾ മാലൊക്കെ കോർത്തെടുക്കില്ലേ, അങ്ങനെ കോർത്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ നൂലാണെങ്കിൽ ഇങ്ങനത്തെ നൂല് ഉപയോഗിക്കാം. പിന്നെ സാധാ മെഷീൻ നൂലാണെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് ചെറുതിന്ന് തുടത്തി വലുതിലോട്ട് അങ്ങ് കോർത്തെടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഇപ്പം അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടേ. ഓക്കെ, ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ കാർഡ്ബോർഡ് പീസ് എടുക്കുക. എന്നിട്ട് നമുക്കതിലോട്ട് നമ്മുടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യാം കേട്ടോ. ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി വളരെ ഈസിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ആക്രിലിക് ഫെവിക്കോളും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നമ്മുടെ ബീഡ്സ് ഒട്ടിക്കുന്നത് കേട്ടോ. അതാകുമ്പോൾ ഒന്നുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഇനി ഇതിങ്ങനെ ചുറ്റിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും കേട്ടോ അത്. പിന്നെ വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്. ഗ്ലൂ ഗണ്ണുള്ളവർക്ക് നമുക്ക് ഈ ഒരു കാർഡ്ബോർഡ് പീസ് വെക്കാതെ തന്നെ ഈ ഒരു ബീഡ്സ് വെച്ചിട്ട് ചെയ്യാം. അത് വേറെ ട്രിക്കാണ്. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും മതിയാവും. അവിടെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനും. അപ്പോൾ ഇത് നമുക്കിതൊരു ഫ്ലവർ പോട്ടിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ സെക്കൻഡ് വൺ ചെയ്യുന്നത് നമ്മളെ പോപ്സിക്കിൾ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പോപ്സിക്കിൾ കൊണ്ട് വരാറുണ്ടല്ലേ. അപ്പോൾ പോപ്സിക്കിൾ വെച്ചിട്ട് വളരെ ഈസി ആട്ടോ. ഞാൻ ഈ ചെയ്യുന്ന പോലെ ചെയ്യുക. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുക കേട്ടോ. ഇങ്ങനെ 2 ലെയേഴ്സ്. ഇതിപ്പോൾ രണ്ടാമത്തെ ലെയേഴ്സ് നമ്മൾ കൊടുക്കുകയാണ്. ഇപ്പം അതിങ്ങനെ ഇതിപ്പോൾ ഒരു 3rd ലെയറാട്ടോ. ഞാൻ വേണമെങ്കിൽ നമുക്ക് ആ 2nd ലെയറിൽ അങ്ങ് സ്റ്റോപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ലെയറും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലെയറും കൂടെ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ കളർ പോപ്സിക്കിൾ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ പ്ലെയിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ മാറ്റ് നൂല് വെച്ചിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നില്ല, 2 വശങ്ങളിൽ കൂടി ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക. ഇങ്ങനെ ചുറ്റിച്ചിട്ട് അതങ്ങ് കെട്ടിട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാ കോർണറിലും കൂടി ചെയ്യുക. അപ്പോൾ ഞാൻ 2 കളേഴ്സ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഓറഞ്ച് ഷെയ്ഡും പിന്നെ ഒരു വയലറ്റ് ഷെയ്ഡും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ബാക്കി പോർഷൻ വേസ്റ്റ് വരുന്ന പോർഷൻ കട്ട് ചെയ്ത് മാറ്റിക്കളയാം. അപ്പോൾ എല്ലാതും അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ വശമായിട്ട് നമ്മൾ വെക്കുക. ഇപ്പോൾ അത് നല്ല ഫിനിഷിങ് ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. ഇത് കറക്റ്റ് നമ്മളുടെ ഫ്ലവർ വേസിന് യൂസ് ചെയ്യാം കേട്ടോ. ഇനി 3rd വണ്ണ് നമ്മൾ ഫസ്റ്റ് കാണിച്ച സെയിം മെത്തേഡ് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കുക, നമുക്ക് പെയിൻറ്റ് കൊടുക്കുക, പിന്നെ ഗം അപ്ലൈ ചെയ്യുക. പിന്നെ നമ്മൾ മുത്തിന് പകരമായിട്ട് നമ്മളിവിടെ ഇങ്ങനെ ജൂട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ ഈ ജൂട്ട് യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് അവിടെ ചുറ്റിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് ഗം നമ്മൾ കയ്യിലാക്കിയിട്ട് അത് നമ്മൾ കയ്യിൽ വെച്ചിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലോട്ട് അങ്ങ് ഫിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്ക് ഈസി ആയിട്ട് അതങ്ങ് റൗണ്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം അത് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തേർഡ് വൺ ഇവിടെ ഓക്കെ ആയി. കണ്ടോ, ഇത് ഞാൻ നമ്മളുടെ തെർമോക്കോൾ ബോൾസ് വെച്ച് ചെയ്തതാണ് കേട്ടോ. അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും.